ഗുഡ്വിൽ പാചകത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ബീഫ് വെച്ചൊരു ബീഫ് കട്ട്ലേറ്റാണ്. അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ബീഫ് കട്ട്ലേറ്റ് ഉണ്ടാക്കിയാലോ. അപ്പോൾ നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. പാൻ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നാടൻ സ്റ്റൈലായതുകൊണ്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ശേഷം വെളിച്ചെണ്ണ നമ്മൾ ആഡ് ചെയ്യുകയാണ്. ഇതിൽ ചിലർ പെരിഞ്ചീരം ഇടുന്നുണ്ട്. ഓയിൽ ചൂടായി വരുമ്പോൾ നമ്മൾ ഇതിനകത്ത് പെരിഞ്ചീരം പൊടിച്ചാണ് ചേർക്കുന്നത്. നമുക്ക് ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നിച്ച് ചോപ്പ് ചെയ്തതാണ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഫൈൻ ചോപ്പായിരിക്കണം. കട്ട്ലേറ്റ് പിടിക്കുമ്പോൾ പൊട്ടാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഫൈൻ ചോപ്പ് ചെയ്ത് തരുന്നത്. നമുക്കിപ്പോൾ എരിവിന് ആവശ്യമായിട്ട് കുറച്ച് പച്ചമുളക് ചോപ്പ് ചെയ്ത് തരണം. നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ സവോള ഫൈൻ ചോപ്പ് ചെയ്തതാണ്. ഇനി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് സോട്ടാവാൻ വേണ്ടിയിട്ട് ലേശം ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പൊട്ടറ്റയും ക്യാരറ്റും വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ലേശം ഉപ്പ് ആഡ് ചെയ്യുന്നത്. ഇത് നമുക്ക് ഒത്തിരി മൂപ്പിച്ചെടുക്കേണ്ട കാര്യമില്ല. സവോള ലൈറ്റായിട്ടൊന്ന് വാടിയാൽ മതി. ഏകദേശം വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. കുറച്ച് ചെയ്താൽ മതി. നമ്മൾ ഉരുളക്കിഴങ്ങും ക്യാരറ്റും വേവിക്കാൻ നേരത്ത് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടാണ് വേവിച്ച് ഉപ്പ് ഇട്ടിട്ട്. ഇതിൻ്റെ കൂടെ കുറച്ച് കളറിനും വേണ്ടിയിട്ട് ഇത്തിരി കാശ്മീരി ചില്ലിപ്പൊടി ലൈറ്റായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഞാൻ പറഞ്ഞില്ല, പെരിഞ്ജീരകം നമ്മൾ ഇട്ടിട്ടില്ല. പെരിഞ്ജീരകം പൊടിച്ചാണ് ഇടുന്നത്. ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട്. ലേശം ഗരം മസാല, എരിവിന് ആവശ്യമായിട്ട് കുരുമുളക് പൊടി, കറിവേപ്പില ചോപ്പ് ചെയ്ത് നമ്മൾ ആഡ് ചെയ്യുകയാണ്. പച്ചമണം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ചേർക്കുന്നത്. ഏകദേശം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാം. ഇപ്പോൾ ഓഫ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു 50 ഗ്രാം ബീഫ് എടുത്തിട്ടുണ്ട്. വേവിച്ചതാണ്. നമ്മൾ മസാലയൊക്കെ ഇട്ട് വേവിച്ച് വെച്ചതാണ്. പിന്നെ ജസ്റ്റ് ഒന്ന് നമുക്ക് കൈ കൊണ്ടോ മാഷ് വെച്ചിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ മിക്സിയിലിട്ട് ഒരു കറക്ക് ഇറക്കിയാലും മതി. അത് നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. ബീഫ് നന്നായിട്ട് വെന്തിരിക്കണതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. കൈ കൊണ്ടൊന്ന് മാഷ് ചെയ്താൽ മതി. അല്ലെങ്കിൽ കത്തി വെച്ചിട്ട് ഫൈൻ ചോപ്പ് ചെയ്താൽ മതി. ഞാനൊന്ന് മിക്സിയിലൊന്ന് ഒരു ചെറിയ ജാറിലിട്ടൊന്ന് കറക്ക് ഇറക്കിയിട്ട് ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ മിക്സിയിലൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു കറക്ക് കറക്കി നന്നായിട്ട് മാഷായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ കട്ട്ലേറ്റ് പിടിക്കുമ്പോൾ പൊട്ടാൻ പാടില്ല. ബീഫായാലും ഫൈൻ ചോപ്പ് ചെയ്താലും. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇതിനായിട്ട് നന്നായിട്ടൊന്ന് അതിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലൂടെ നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ആഡ് ചെയ്യാം. മല്ലിയില ഇല്ലാത്തവർക്ക് കറിവേപ്പില ഇട്ടാലും മതി. നമ്മളൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് മല്ലിയില ഇടുന്നത്. അപ്പോൾ നമ്മുടെ ബീഫ് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച ക്യാരറ്റും പൊട്ടറ്റയും ഒന്ന് മാഷ് വെച്ചിട്ടൊന്ന് മാഷ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു കഷ്ണം പൊട്ടറ്റയും മുഴുത്ത പൊട്ടറ്റയും ഒരു കഷ്ണം ക്യാരറ്റും കട്ട് ചെയ്ത് വേവിച്ച് വെച്ചങ്ങനെയാണ്. ഇത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിനെ നന്നായിട്ടൊന്ന് നമുക്കൊന്ന് ഇടിച്ച് മാഷാക്കേണ്ടതുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കറക്റ്റ് നല്ല പരുവത്തിനായി വന്നിട്ടുണ്ട്. നമുക്ക് ഇത് ചെറിയൊരു ബൗളിലേക്ക് മാറ്റാം. എന്നിട്ട് ചെറിയ ചെറിയ പൊടിക്കൈകൾ ചേർക്കാനുണ്ട്. എന്നിട്ടാണ് നമ്മൾ കട്ട്ലേറ്റ് ആക്കി എടുക്കുന്നത്. ഇതിലേക്ക് നമ്മൾ ഒന്ന് നമ്മുടെ കട്ട്ലേറ്റിനുള്ള ഒരു ടൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ക്രംസ് ആഡ് ചെയ്യുന്നുണ്ട്. ലേശം കുറച്ചാണ് ആഡ് ചെയ്യുന്നത്. നമ്മൾ കട്ട്ലേറ്റ് നമ്മൾ ഷേപ്പ് ആക്കിയിട്ടാണ് ബാക്കി ക്രംസിൽ മുക്കി ഫ്രൈ ചെയ്തെടുക്കുന്നത്. നമ്മൾ 2 മുട്ട എടുത്തിട്ടുണ്ട് കോട്ടിങ്ങിന് വേണ്ടിയിട്ട്. ഇതിൻ്റെ കൂടെ നമ്മൾ ലേശം ഉപ്പും പെപ്പറും കൂടി ആഡ് ചെയ്യുകയാണ്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ട്ലേറ്റിന് ഇച്ചിരി ഉപ്പ് കുറവാണെങ്കിലും അല്ലെങ്കിൽ എരിവ് കുറവാണെങ്കിലും ആ മുട്ടയുടെ പച്ചമുട്ട നമ്മൾ അടിക്കുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ല് ആണ്. അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരികയില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇച്ചിരി ഉപ്പും കുരുമുളക് പൊടിയും ലേശം ഗരം മസാലയും കൂടി ഇട്ട് ആഡ് ചെയ്യുന്നത്. അപ്പോൾ പ്രത്യേക ഒരു ഫ്ലേവറായിരിക്കും. കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പച്ചയ്ക്ക് നമ്മൾ ഇങ്ങനെ മുട്ട ബീറ്റ് ചെയ്ത് അത് മുക്കി ഫ്രൈ ചെയ്യുമ്പോൾ ഒരു മുട്ടയുടെ ഒരു പച്ചമണം കാണും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്
ഇങ്ങനെ ട്രൈ ചെയ്യുന്നു. നിങ്ങൾ വീടുകളിൽ പോയി ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ മുട്ട അടിച്ചു വെച്ചിട്ടുണ്ട്. നമുക്ക് കട്ട്ലേറ്റ് ഓരോന്നായി പല ഷേപ്പിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഷേപ്പിൽ പിടിച്ചിട്ട് മുട്ട ബാറ്ററി മുക്കിയിട്ട് ക്രംസി മുക്കി ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാം. റൗണ്ട് വേണമെങ്കിൽ റൗണ്ട്, ബോൾ വേണമെങ്കിൽ ബോളിൽ, അല്ലെങ്കിൽ ഇങ്ങനെ സ്ക്വയർ ഷേപ്പിലോ ഏത് ഷേപ്പിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ഇനി മുട്ട വെള്ളയിലൊന്ന് മുക്കിയെടുക്കാം. ഓരോന്നായി നമുക്ക് ക്രംസിലേക്ക് ഇടാം. ഇത് നമുക്ക് ഇനി എല്ലായിടത്തും നന്നായി തട്ടിക്കൊടുത്ത് നല്ല എല്ലായിടത്തും ഒരു ഷേപ്പാക്കി പൊട്ടലും ഒന്നും വരാണ്ട് നല്ലൊരു ഫിനിഷിങ് ആക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ കട്ട്ലേറ്റ് സെറ്റായി ഇതിലേക്ക് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ഒത്തിരി ചൂടാകാനും പാടില്ല, മീഡിയം ഫ്ലെയിമിൽ ഇരിക്കണം. എണ്ണ ഈ മീഡിയം ഫ്ലെയിമിലാണ് വറുത്തെടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ കട്ട്ലേറ്റ് നന്നായി മുരിഞ്ഞ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം.